ഹായ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗാണ്. പിന്നെ ഞാൻ ഇപ്പോൾ അടുത്ത് പോയത് നോർവേയിലായിരുന്നു, ഏകദേശം ഒരു മാസമായി. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഞാൻ വേറെ കുറച്ച് കൺട്രീസിലോട്ട് പോവാണ്. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു ഇന്നലെ. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകാമല്ലോ എന്ന് ഇങ്ങനെ ഒരു പ്ലാൻ വന്നപ്പോൾ അങ്ങനെ പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അവന് എൻ്റെ കൂടെ ജർമ്മനിയിൽ നിന്ന് ജോയിൻ ചെയ്യും. അവനെൻ്റെ മുന്നേ പ്രാഗത്തതും പോളണ്ടത്തും വീഡിയോയിൽ അവനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ കൺട്രിയൊക്കെ കവർ ചെയ്ത്. അപ്പോൾ അവന് ജർമ്മനിയിൽ നിന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ അവിടെ ഞാനിങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത്, ഏതൊക്കെ കൺട്രി കവർ ചെയ്യുന്നതെന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞുതരാം. ഒരു 2-3 കൺട്രി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് റിഗ എയർപോർട്ടിലാണ്. അപ്പോൾ ഫ്ലൈറ്റിന് ഏകദേശം ഒരു മണിക്കൂറേ ഉള്ളൂ. റയനെയർ തന്നെ, നമ്മളെ യൂറോപ്പിലെ ചീപ്പസ്റ്റ് ഫ്ലൈറ്റായ റയനെയർ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ റിഗയിൽ നിന്ന് മെമ്മിങ്ങൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ്. അവിടെ ഏകദേശം 20 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ആ ലേ ഓവറിൽ ഒരു ചെറിയൊരു കൺട്രി കണ്ടുവരും. അത് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതെന്ന് വെച്ചാൽ 20 മണിക്കൂറിൽ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് തിരിച്ചു വരും. പിന്നെ അവിടുന്ന് വേറൊരു കൺട്രിയിലോട്ട് അങ്ങനെ. പിന്നെ ഒക്കെ അങ്ങനെ കൂടെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ലോങ് ട്രിപ്പൊക്കെ ഒരുമിച്ച് തന്നെ പ്ലാൻ ചെയ്യല്. അപ്പോൾ ഇവിടെ അപ്പോൾ അവന് റീസെൻ്റ്ലി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ യൂറോപ്പിൽ ഏതെങ്കിലും കൺട്രീസിലൊക്കെ പോയി ഇങ്ങനെ മീറ്റ് ചെയ്യും. അവൻ ജർമ്മനിയിൽ നിന്ന് പിന്നെ കയറും, ഞാൻ റിഗയിൽ നിന്നും കയറും. അപ്പോൾ ഏതെങ്കിലും കൺട്രിയിലൊക്കെ പോയിട്ട് മീറ്റ് ചെയ്യും. അങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ അവൻ ഇന്നലെ ഗ്രാജുവേഷൻ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അവന് വർക്കും സ്റ്റഡീസൊക്കെ ആയിട്ട്. അപ്പോൾ അവനെയൊക്കെ ഒന്ന് കാണണം. പിന്നെ വേറെയും കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിന്ന് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുന്നു. അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വഴിയെ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അതാ എൻ്റെ ഫ്ലൈറ്റ് ഇതാണ് 3 മണിക്ക് മെമ്മിങ്ങൻ B4ലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. പൊതുവേ അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തൊരു എയർപോർട്ടാണ് ഈ റിഗ എയർപോർട്ട്. പക്ഷേ ഇന്നൊക്കെ നല്ല ആൾക്കാരാണ്. പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പിലും പിന്നെ ഓരോ ബോർഡിങ്ങിലും എല്ലായിടത്തും. എന്താണെന്ന് വെച്ചാൽ ഈ സമ്മറിലാണ് ഇവർ കൂടുതൽ ട്രിപ്പൊക്കെ പോവുക. ട്രിപ്പ് പോവുകയും ഇങ്ങോട്ടേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ എത്ര തിരക്ക് ഇവിടെ കാണുന്നത്. നമുക്കിതാ B4ലേക്കാണ് പോകേണ്ടത്. കണ്ടോ എന്തോരം ആൾക്കാരാണ് നോക്കിയാൽ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം, എയർപോർട്ട് കോസ്റ്റ്യൂം. പിന്നെ ജർമ്മനിയിലൊക്കെ നല്ല ചൂടാണെന്ന് കേട്ടെ. ഞാൻ ഇവിടെ ഇത്തിരി എന്താ പറയുക, കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴയും തണുപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഹുഡിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ഊരേണ്ടി വരും. ഈ പോകുന്നൊക്കെ കുറച്ച് ഹോട്ടായിട്ടുള്ള കൺട്രിയാണ്. ഫുൾ കോസ്റ്റ്യൂം കിട്ടൂല. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മെമ്മിങ്ങൻ എത്തിയിട്ട് കാണാം. പിന്നെ അവിടെയാണ് എനിക്ക് കൂടെ എൻ്റെ ട്രിപ്പിന് എൻ്റെ കൂടെ വരാമെന്നുള്ളവനും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സും മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ എയർപോർട്ടിൽ നിന്ന് സിറ്റി സെൻട്രലിലേക്ക് പോകണം. അപ്പോൾ അതിനെന്തെങ്കിലും ഷട്ടിൽ ബസ്സോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കാം. ഒരു 5 ദിവസത്തെ ട്രിപ്പാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയായി. ഇനിയൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാനിനി തിരിച്ച് വരുള്ളൂ. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വഴിയെ ആഡ് ചെയ്ത് തരാം. ഇത് എത്ര വീഡിയോസ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. മേ ബി ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോസായിട്ടായിരിക്കും ഇടുക. ഒന്ന് നോക്കാം. എൻ്റെ ഫ്ലൈറ്റ് B4ന്ന് B1ലോട്ട് മാറ്റി. അത് ഞാൻ ബോർഡ് നോക്കിയോണ്ട് മനസ്സിലായി. അനൗൺസ്മെൻ്റ് ഒന്നും ശ്രദ്ധിക്കണമെന്നല്ല. അവിടെ എന്തോരോ ആൾക്കാരുണ്ട്. ഒക്കെ ജർമ്മനിയിലോട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ ജർമ്മനിയിലോട്ട് പറക്കാൻ പോകുന്ന ഫ്ലൈറ്റ്, റയനെയർ. എന്താ രസം. അങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ തണുത്ത കാറ്റും കൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫ്ലൈറ്റൊക്കെ ഫുള്ളായിരിക്കും. സെറ്റ്. അപ്പോൾ ഓക്കെ, ബൈ. ആദ്യമായിട്ടാണ് റയനെയറിൽ എനിക്ക് ഇത്ര ലെഗ് സ്പേസിൽ ഒരു സീറ്റ് കിട്ടണം. കാരണം അത് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ നൈസായിട്ട് ചാടാം. സെറ്റ്. എന്തായാലും നല്ല എക്സൈറ്റഡാണ്. ഗ്രാജുവേഷൻ്റെ പിറ്റേന്ന് തന്നെ പിന്നെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പേഴ്സണലി നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രിപ്പ് പോകുന്നു. ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറായി ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. എത്താനായി, ജർമ്മനി എത്താനായി. നല്ല വെയിലാണ് പുറത്ത്. ഈ ജർമ്മനിയുടെ ലാൻഡ്സ്കേപ്പ് വേറെ തന്നെ ഫീലാണ്. അതുകൊണ്ട് എന്ത് രസം വയ്ക്കാം. എന്തോ പണി വളയും തോന്നുന്നു ലാൻഡിൽ. പക്ഷേ അയാൾ നല്ലപോലെ ഇറക്കി കേട്ടോ. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. 2.5 മണിക്കൂറാണ് ഈ ഒരു ടൈം കാണിച്ചത്.
പക്ഷേ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മെമ്മിങ്ങം ജർമ്മനിയിൽ ലാൻഡ് ചെയ്തു. എന്നെ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞത് മെമ്മിങ്ങം ബാനോഫിലാണ്, വേറെ റെയിൽവേ സ്റ്റേഷനിൽ. അവൻ ഏകദേശം പിന്നെ അവൻ്റെ റൂമിൽ നിന്ന് 6 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് മെമ്മിങ് എത്തിയത്. ഇപ്പോൾ അവൻ എത്തണമുള്ളൂ അവിടെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് പോകാനുള്ള വകുപ്പ് നോക്കണം. അതിപ്പോൾ ഷട്ടിൽ ബസ് ഉണ്ടെന്നൊക്കെയാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എന്താ എയർപോർട്ടൊക്കെ, ചെറിയ എയർപോർട്ടാട്ടോ, എന്നാലും കൊള്ളാം. ചെറുതല്ല, അത്യാവശ്യമൊക്കെ വലിപ്പമുണ്ട് കേട്ടോ. പൊളി. ഇതാ എയർപോർട്ടിൻ്റെ പുറമായത് കണ്ടോ. ഇത് അവൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വരിക. ഞാൻ നല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ, നോക്കട്ടെ. കണ്ടോ, നൈസൊരു ഏരിയ. ഞാൻ സത്യം പറഞ്ഞപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ജർമ്മനിയിലോട്ട് വരുന്നത്. എന്തായാലും ഇവിടെ കുറച്ച് സമയമുള്ള നമ്മൾ നോക്കാം. അങ്ങനെ നമ്മൾ ബാൻഹോഫിലോട്ട് ടിക്കറ്റ് എടുത്തു, 4 യൂറോ. ഒന്ന് എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക്. എന്തായാലും ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടി, അത് നന്നായി. ബസ്സിൽ മെമ്മിങ്ങം ബാൻഹോഫിലെത്തി. ഇതാണ് ബാൻഹോഫ്. അപ്പോൾ അവനിപ്പം കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് മീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് കറങ്ങാം. ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്, ചിലപ്പോൾ അതിലുണ്ടാവുമായിരിക്കും. ഒരു ട്രെയിൻ അത് വരുന്നു. കമോൺ. അത്യാവശ്യം വലിപ്പമുള്ള സിറ്റി ആട്ടോ. ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറച്ചും കൂടെ നടന്ന്, അവനെ ഒരു 10-20 മിനിറ്റ് കൂടി എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് ട്രെയിൻ ഡിലേ ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയ ഓട്ടോണൊക്കെ, വേറെ ഓട്ടോക്കെ ഉണ്ടോ, അങ്ങോട്ടേക്ക് കുറച്ചുണ്ട്. എന്തായാലും അവൻ വന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. എന്തായാലും ഫുഡ് കഴിക്കാമല്ലോ. പിന്നെ വേറെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഇതിപ്പോൾ എന്തായാലും അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിയത്. ഇതേ നമ്മളെ ബോസ് എത്തി. അസ്സലാമു അലൈക്കും. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എൻ്റെ പൊന്നുമോനെ 7 മണിക്കൂർ എടുത്തില്ല. മാസിന് പോരാറുണ്ട്. ഒരുത്തനും കൂടി വരാനുണ്ട്, അവനും കൂടി കളക്ട് ചെയ്യണം. എന്താ പോടാ. ഇതാണ് 4 കൊല്ലം അങ്ങനെ കണ്ടിട്ട്. ഇത് വലൈക്കും അസ്സലാം. എൻ്റെ ഫ്രണ്ട്. ഇവരെല്ലാവരും എൻ്റെ കൂടെ ബിടെക് പഠിച്ചവരാട്ടോ. കണ്ട ഉവൈസേ, 2 സംസാരം പറയും. എല്ലാവർക്കും നാളെ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ പറയോ? ജർമ്മനിയിലെത്തിയ സിബിലിക്ക് എല്ലാവിധ ആശംസകളും. അതേപോലെ ഗ്രാജുവേഷൻ നേടിക്കൊണ്ട് ഗ്രാജുവേഷൻ കിട്ടിയോ എനിക്ക്. ഇനി അതിന് ചെലവുണ്ട്. ഇപ്പോൾ ചെലവൊന്നുമില്ല. ഇതാണ് മെമ്മിങ്ങം ഓൾട്ടോണും കാര്യങ്ങളൊക്കെ. നല്ല ആർക്കിടെക്ചറൊക്കെയാണ്, പക്ഷേങ്കിൽ ഒരു മനുഷ്യനില്ല. നമ്മൾ എല്ലാം ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. ഞങ്ങളങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു അലീസ് കബാബ് ഷോപ്പ് കണ്ടു. പിന്നെ അപ്പോൾ ഇവിടെ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഇവിടുന്ന് കബാബ് കഴിച്ച് നോക്കാം. ഇവിടെ വന്ന് കബാബ് കഴിച്ചില്ല എന്ന് വേണ്ട, കൊള്ളാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡോണർ ബോക്സ്. അവിടെയും ഡോണർ ബോക്സ് തന്നെ. അല്ല, ഡോണർ ബോക്സ് തന്നെ അവിടെ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അതെ, ഇവിടെ എത്തുമ്പോൾ ജർമ്മനി ലാറ്റ്വിയക്ക് എത്തുമ്പോൾ എന്താണ് ഡോണർ, നാട്ടിലെ ഷവർമ്മ. അപ്പോൾ എല്ലാവർക്കുള്ള സാധനം വന്നു. പണ്ടൊക്കെ ജർമ്മനിയിൽ നിന്നൊരു കബാബ് കഴിച്ചൊരു എഫക്റ്റിൽ ഇവിടെ വന്ന് കബാബ് കഴിച്ചായിരുന്നു. പോരാ. എങ്ങനെയുണ്ട് അഭിപ്രായം? വളരെ മോശം. മനാഫെ എങ്ങനെയുണ്ട്? ഉവൈസ് എങ്ങനെയുണ്ട്? നീ അടിപൊളിയെന്നോ? ഉവൈസിന് പിന്നെ നല്ല കബാബ് കഴിക്കാത്തോണ്ടായിരിക്കും. എടാ, ഇതൊക്കെ യൂട്യൂബ് വീഡിയോയിൽ വരുവേ. പിന്നെ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ മാത്രമേ പറയുള്ളൂ. കബാബ് തീരെ പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ പണ്ടൊക്കെ ബെർലിൻ നിന്നൊക്കെ എന്നാ കബാബ് കഴിച്ചേ, അതിൻ്റെ അടുത്ത് പോലും എത്തൂല. ഇതൊക്കെയാണ് മെമ്മിങ്ങത്തുള്ള പഴയ ബിൽഡിങ്സൊക്കെ. കണ്ടോ, ഒരു ഓൾഡ് ടൗൺ ആണ്. കുറേ ഇവിടെ അത്യാവശ്യം ആൾക്കാരും കഫേകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഏരിയ. മോഹൻലാൽ എവിടെ വന്നേ? കൊളോണിൽ വന്നേ. ഇവിടെ സീൻ പരിപാടി. അല്ലേലും ഞാനും മനാഫ് എവിടെ പോവാണെങ്കിൽ ഇന്ത്യയിലൊക്കെ പരിപാടി ഉണ്ടാവും. ഇവിടേക്ക് തോന്നുന്നത് എന്തോ ഫുഡിൻ്റെ എക്സ്പോ അങ്ങനെ ഓരോ കൺട്രീൻ്റെ. കുറേ ഫ്ലാഗൊക്കെ വെച്ചിട്ട് പൊളി. ഇത് മൊറോക്കോൻ്റെ ഫുഡ് സ്ട്രീറ്റ് ആട്ടോ ഇത്. പിന്നെ അവിടെ ജർമ്മനി, തുർക്കി എല്ലാം ഉണ്ട്.
മനാഫൊക്കെ അതാ പച്ച വെള്ളം പോലെ ജർമ്മനി പറയണേ. അങ്ങനെ ഞങ്ങൾ മൊറോക്കോൻ്റെ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. എന്നാ എടുത്തോ. എന്തായാലും ഫുഡാണല്ലോ, തിന്ന് നോക്കാം. വാ, ഈ ഏരിയ കൊള്ളാം, നല്ല ഭംഗിയുണ്ട് അങ്ങോട്ടേക്ക്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗണിലേക്കുള്ളൊരു എൻട്രൻസ് ആയിട്ട് വരുന്നത്. കണ്ടോ, ഇത് അത്യാവശ്യം വലിയ സിറ്റി ആട്ടോ. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഓൾഡ് ടൗണൊക്കെ കാണാൻ നല്ല ഭംഗി, കുറേ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ അറിയോ, ഇതിവിടെ ഈ ചൂട് കൂടുമ്പോൾ മാത്രം ഓണാക്കുന്നൊരു സെറ്റപ്പാണ്. അവിടെ വെള്ളം വേപ്പറാക്കുന്നുണ്ടല്ലേ, കിളികൾക്കും വേണമെങ്കിൽ നമുക്കും തണുപ്പുള്ളതിനൊക്കെ അങ്ങോട്ട് പോവാം. നൈസ് പരിപാടിയാണ്. ഇപ്പം ഞാൻ മെമ്മിങ്ങത്തിലാണല്ലേ, പക്ഷേ നാളെ ഞങ്ങൾക്ക് വേറൊരു കൺട്രി കൂടി പ്ലാൻ ഉണ്ട്. എന്നാൽ ഞാൻ ഇവനും കൂടി ആട്ടോ പോകണേ. അപ്പോൾ ഇവിടെ എനിക്ക് 20 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഇവൻ ജർമ്മനിയിൽ നിന്ന് ഇവിടെ നിൻ്റെ കൂടെ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഇങ്ങോട്ടാണ് പോകണേ 20 മണിക്കൂറിൽ. ബ്രിഗൻസ് ഓസ്ട്രിയയിലാണ്. ബ്രിഗൻസ് ചെറിയൊരു സിറ്റിയാണ്. അപ്പോൾ രാത്രി അങ്ങോട്ട് പോയിട്ട് രാവിലെ അവിടെ നിന്ന് വരുള്ളൂ. പിന്നെ നാളെ ഉച്ചക്കാണ് ഞങ്ങൾക്ക് പിന്നെ മെമ്മിങ്ങത്തുനിന്ന് അടുത്ത കൺട്രിയിലോട്ടുള്ള ഫ്ലൈറ്റ്. ആ കൺട്രി ഞാൻ നാളെ പറഞ്ഞുതരാം. മനാഫ് പറയും രാത്രി നമ്മളിപ്പോൾ അവിടെ എന്താ പ്ലാന്, രാത്രി ബ്രിഗൻസിൽ എന്ത് ചെയ്യാൻ പറ്റുന്ന. അതെ അതെ, അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ എന്ത് ചെയ്യുന്നു. ഇങ്ങനെ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഓ, ഫ്രണ്ടിലൊരു ബിൽഡിംഗ് ഉണ്ടോ, എന്താ രസം. സീൻ നല്ല പെയിൻറ്റിങ്ങും കാര്യമൊക്കെ ആയിട്ട് പൊളി. ഇതൊരു സീൻ സ്ക്വയർ ഇട്ടോ. കുറേ കഫേകളും. അവിടെ ഒരു ചർച്ച്. നല്ല ഭംഗിയുണ്ടാകും കാണാൻ. എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോയി നോക്കാം. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. കഫേയിലൊക്കെ ഫുള്ള് ആൾക്കാരാണ്. ബിൽഡിംഗ് ഒക്കെ അടിപൊളി. എന്തോ പാട്ടും പരിപാടിയൊക്കെയാണ്. എന്നാലും കൊള്ളാം. Ins neonhelle Treppenhaus. Es roch nach Bonawachs und Spießigkeit. Und auf der Treppe dachte ich, Damen, ich war noch niemals in New York. Ich war noch niemals auf Hawaii. In Nieder San Francisco, in Zagistan. അപ്പൊ പാട്ടെങ്ങനെയുണ്ട്? ന്യൂയോർക്കിനെയും ജർമ്മനിയെയും. അതെ, ഓ എല്ലാം മനസ്സിലായി. അതാ പറഞ്ഞേ, പുലിയാണ്. ഓ എന്റെ മോനെ, അവിടെ നോക്കിയാൽ ചർച്ച്. എടാ ബബ്ബാന്ന് വിളിക്കാതെ കോഴിയല്ല, താറാവാ. അതില് മീനൊക്കെ ഉണ്ട് കേട്ടോ. എടാ ഇത് സാൽമൺ തന്നെയല്ലേ? ഇത് വേറെ ഏതോ മീന. അതെ, വലിയ മീനൊക്കെ ഉണ്ട്. ഇതാണ്ടോ എന്തോ ഒരു ഐറ്റം മീൻ. ഇങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് ഇവിടെ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടോ, 2 സൈഡ് ബിൽഡിങ്, നടുവ് കൂടെ ഇങ്ങനെ ഒരു പിന്നെ തോട് പോലെ. അടിപൊളി. ഓ, ഒരു വിൻറ്റേജ് പോഷ്. അപ്പാപ്പനൊക്കെ വിഷയം. ഇവിടെ ഇതിലോട്ട് വഴിയൊക്കെ ഉണ്ട്, നേരെ നടന്ന് ഇതിലോട്ടൊക്കെ പോവാം. നൈസ്. ഇതിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ. അങ്ങനത്തെ നേരത്തെ കണ്ടില്ലേ, ഒക്കെ അവിടെ നിന്ന് വരുന്ന. ഇതെന്താ അണക്കെട്ടാന്ന് തോന്നടാ. അതായത് ഒരു ഡാം പോലത്തെ സെറ്റപ്പ്. ഇവിടെ ഒരുപാട് മീന്. ഇതാ ഡാം, ചെറിയൊരു അണക്കെട്ട് പോലെ. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വരും. ഉണ്ടോ കുറേ മീന്. അതെ ഓക്കെ. ഞങ്ങൾ കുറച്ച് നേരമായി ഇങ്ങനെ മെമ്മിങ് ഓൾഡ് ടൗണും കാര്യങ്ങളൊക്കെ നടന്ന് കാണുന്നു. നല്ല ഭംഗിയുണ്ട്. കാരണം ഓരോ ബിൽഡിങ്, വേറെ പെയിൻറ്റുകൾ, നല്ല ആർക്കിടെക്ചർ. കണ്ടോ, എല്ലാ സ്ട്രീറ്റും അടിപൊളി. ഇപ്പം എൻ്റെ കൂടെയുള്ള ഓവൈസും അസിനും പിന്നെ തിരിച്ചു പോവാം. അവർക്ക് ഇപ്പോൾ ട്രെയിൻ ഉണ്ട് മെമ്മിങ്, എന്താ പറയുക, HBF-ന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങളിനി കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ബ്രിഗറ്റ്സിലോട്ട് പോകും, പിന്നെ ഓസ്ട്രിയയിൽ. മാസിനെ അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറിപ്പോവും. പിന്നെ ഞാനും മനാഫും. നമ്മളങ്ങോട്ടാണ് പോവാ? ആ കരയല്ലേ. അതെ അതെ, 4, 3, 7 പേര് കാണും. പക്ഷെ ഞാൻ അസാർബിയൻസ് ഗ്രൂപ്പിലിടും. ആ നീ പെട്ട് ഊക്കായിരിക്കോ അല്ലാ. അപ്പോൾ ഞങ്ങളിനി മെല്ലെ ബ്രിഗറ്റ്സിലോട്ട് പോകും, ഓസ്ട്രിയ. ഞങ്ങളെ ബസ് ഏകദേശം ഒരു 8:45
8:45 അതെ. അപ്പോൾ ഇനി നമ്മൾ ഓസ്ട്രിയയിൽ നിന്ന് കാണാം. അവിടെ നൈറ്റ് ആവും എന്തായാലും. ജസ്റ്റ് അവിടെ നിന്ന് ഔട്ടറൊക്കെ ഒന്ന് കാണാം. പവർ അങ്ങനെ റവയെന്ന് ഇവിടുത്തെ ലാറ്റ്വിയ തെർമിയാണെങ്കിൽ ജർമ്മനിയിൽ റവയാട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മൾ എല്ലാ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ഇവരുടെ സ്ഥലത്തേക്ക് പോവും, ഞങ്ങൾ നേരെ ഓസ്ട്രിയക്കും പോവും. ബ്രിഗൻസ് വന്ന് അവർ പോയി. ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഒരു അരമണിക്കൂറല്ലേ, അരമണിക്കൂർ കൊണ്ട് ഞങ്ങളെ ഫ്ലിക്സ് ബസ് വരും ബ്രിഗൻസിലോട്ട് ഓസ്ട്രിയ. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഡേ ലൈറ്റ് കിട്ടുമായിരിക്കും. 1 മണിക്കൂറേ ഉള്ളൂ. പിന്നെ വെറുതെ ഇവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൺട്രി ജസ്റ്റ് ഒന്ന് കയറി കണ്ടുവരിക. അങ്ങനെ നമുക്ക് ഓസ്ട്രിയയിലേക്ക് പോകാനുള്ള ഫ്ലിക്സ് ബസ് വന്നു. അങ്ങനെ നമ്മൾ മെമ്മിങ്ങത്ത് നിന്ന് ബ്രിഗൻസിലുള്ള യാത്ര തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ജർമ്മനിയിൽ നിന്ന് പിന്നെ ഓസ്ട്രിയ ബോർഡർ കടക്കാൻ പോവാം. അതിൻ്റെ അടുത്തുള്ളൊരു സിറ്റി അങ്ങനെയാണ്. ഇവിടെ മുതലാണ് ഓസ്ട്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ കാണാം. നമ്മൾ ഏകദേശം 1 മണിക്കൂറിന് ശേഷം ബ്രിഗൻസിലെത്തി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രിയയിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയോ? ഓസ്ട്രിയയിൽ ബ്രിഗൻസ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. അവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് തന്നെ പോകാം. കാരണം രാത്രിയായി തുടങ്ങിയാണ്. ഈ സിറ്റീൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അതാ വൺ സൈഡ് വലിയ കുന്നാണ്. ഇത് മറ്റേ ആൽപ്സിൻ്റെ ഒക്കെ ആ ഏരിയയിലാണിത് ഈ ഒരു സിറ്റി എന്ന് പറയുന്നത്. ജർമ്മനീൻ്റെ സൗത്ത് സൈഡിൽ പിന്നെ ഓസ്ട്രിയൻ്റെ ബോർഡറിൽ വരുന്നൊരു സിറ്റിയാണ് ബ്രിഗൻസ്. കണ്ടോ? ബസ് സ്റ്റാൻഡൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. വലിയൊരു സിറ്റി കൊള്ളാം. ഇത് ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു ലേക്കിൻ്റെ ഒരു സൈഡ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകാൻ. പക്ഷേങ്കിൽ ഇവിടെ സീൻ പരിപാടി, പബ്ബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അവിടെയൊക്കെ എന്തൊക്കെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. സെറ്റ്. ഇത് ഇവിടുത്തെ ഒരു കസീനോ ആണ്. കണ്ടോ എന്താ രസം നോക്കിയാൽ. കസീനോ ബ്രിഗേഡ്സ്. ഞങ്ങൾ അവിടെ നിന്ന് വിചാരിച്ച ഇവിടെ നിന്ന് ആരും ഇല്ലാത്തൊരു സിറ്റിയാണ്. പക്ഷേങ്കിൽ ഇന്ന് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാർ. അതാ അവിടെ എന്തൊക്കെയോ പാർട്ടി പബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ബ്രിഗേഡ്സിനെ കുറിച്ച് എന്താ എക്സ്പെക്ട് ചെയ്തത്? ഞാനേതോ വില്ലേജാണ് വിചാരിച്ചത്. ഞങ്ങൾ ബസ് സ്റ്റോപ്പൊക്കെ ഗൂഗിളിൽ കണ്ട ഏതോ ലൊട്ട സ്ഥലം. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ ഏരിയ കാണിച്ചേരേ. ഇതുണ്ടോ സീൻ? ഇതാ അവിടെ ഒരു ലേക്കോ. ഇതെന്താ റിവറാണോ ലേക്കാണോ? അതാ ഇവിടെ വലിയൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. കണ്ടോ സീൻ സ്ഥലമോ എൻ്റെ മോനെ. കണ്ടോ ഒരു സൈഡിൽ ഇങ്ങനെ കുന്നായിട്ട് അതിലൂടെ റോഡും ഉണ്ട്. കണ്ടോ ആ കുന്നിൻ്റെ ചെരുവിലൂടെ റോഡ്. പിന്നെ ഇവിടെ ഈ വലിയ ലേക്ക്. അതാ സൺസെറ്റ് ഇതാ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓ കറക്റ്റ് സമയത്താണ് മൊത്തം എത്തിയേ. മനാഫിൻ്റെ സീൻ വീഡിയോ അവിടെ എന്ത് രസമാക്കിയാ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഇത് കാണാൻ. അതവിടെ പുള്ളി ഇതാ മീനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഒരുപാട് ചൂണ്ടലുണ്ട്. ഇത് കൊത്തിയാൽ എനിക്ക് തോന്നുന്നു എന്തോ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ. കൊത്തിയ അലാറടിന്ന് എന്താ പരിപാടിയാ? ഇത് എവിടെ നിന്നാണോ കുളത്ത് വരുന്നത്? എന്ത് വൈബ് സ്ഥലം. ഇന്നിവിടെ ഞാനിപ്പോൾ ഉള്ളത് സാറ്റർഡേ ആണ്, അതുകൊണ്ടായിരിക്കും ഇത്ര ആൾക്കാർ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഈ ഏരിയയിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് ഒരു വാക്ക് വേ ആണ്. ഫുള്ള് കഫേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസ്. മെമ്മിങ്ങത്ത് താട്ടെ ഇനിയിപ്പോൾ നാളെ ഫ്ലൈറ്റ്. അപ്പോൾ 20 മണിക്കൂർ ലേവറിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതിലൂടെ കവർ ചെയ്ത് നടക്കാനിപ്പോൾ പിന്നെ എന്താണ് ബാഗ് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ബാഗ് വെക്കാൻ വന്നതാ. കണ്ടോ ഒരു ലോക്കർ സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. അവിടെ പബ്ബും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കണം. അപ്പോൾ ബാഗും വെച്ച് നടക്കണ്ടല്ലോ. പോകാൻ നേരത്ത് ഇവിടെ നിന്ന് തന്നെയാണ് ബസ് വരുന്നത്. അവിടെ രാവിലെ 6 മണിക്കാണ് ബസ്സൊക്കെ പോകണം. ബാഗ് വെച്ചിട്ട് നമ്മൾ നടന്നു പോവാം.
ആയില്ലേ പേയ്മെൻ്റ് ആയില്ലേ? ആ അടിച്ചോ. അങ്ങനെ ബാഗ് വെക്കാൻ ലോക്കർ കിട്ടി. എന്നാൽ പൊട്ടിക്കോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ബ്രിഗൻസിലൊരു ഒപ്പേര ഹൗസിലാണ്. അപ്പോൾ ഇവിടെ ഇത് 2011 മുതൽ ഒരു എന്താ പറയുക പിന്നെ എന്ത് ഫെസ്റ്റിവലായിരുന്നടാ? മ്യൂസിക് ഒപ്പേര ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജൂലൈ ഓഗസ്റ്റിലും ഇവിടെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കും. 2011-12 മുതലാണ് തുടങ്ങിയാൻ തോന്നുന്നത്. കണ്ടോ, ഓരോ തീമാണ് ഓരോ കൊല്ലത്തിലുള്ള. ഇത്രയും സാധനമുണ്ട്. പിന്നെ 24-25 ഇതായിരുന്നു. ഇപ്പം ഉണ്ടാക്കി വെച്ചത് ഞാൻ കാണിച്ചു തരാം എന്താണ്. അതാ കണ്ടോ, ഒരു ഗ്ലാസ് ബ്രേക്കായ ഒരു സെറ്റപ്പ് കണ്ടോ അവരുണ്ടാക്കിയതായി ഈ കൊല്ലം. ഞങ്ങളിപ്പോൾ കറക്റ്റ് ഈ ജൂലൈയിൽ ഇവിടെ എത്തിയോണ്ട് ഇത് കാണാൻ പറ്റി. ഞങ്ങളിവിടെ എത്തിയപ്പോത്തിന് ഇത് ക്ലോസ് ആയി, ഇല്ലെങ്കിൽ ഉള്ളിൽ കയറി കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഈ കൊല്ലത്തെ വരെ തീം കണ്ടോ. ഒരു ഗ്ലാസ് എന്തെങ്കിലും ഇട്ട് പൊട്ടിയാലുണ്ടാവില്ലേ ഒരു എഫക്റ്റ്, അതുവരെ ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചതാണ്. അടിപൊളി. അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട്, എന്താണാവോ. അത് നേരത്തെ കണ്ട ആ പബ്ബാണ്. ഞങ്ങൾ മെല്ലെ ഈ ലേക്കിൻ്റെ ചുറ്റും നടന്നു നോക്കട്ടെ. ഇവിടെ നൈറ്റ് അടിപൊളിയാട്ടോ. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല എന്തായാലും. ഇവിടുന്ന് ആ തീം നല്ല പോലെ കാണാം. ഓ അതെന്തോ ലൈറ്റൊക്കെ ഇട്ടു. എനിക്കെന്തോ തോന്നുന്നു അവിടെ എന്തോ പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ നടക്കാനും നല്ല രസം. കുറേ കഫേകളൊക്കെ ആയിട്ട് ഈ ഏരിയ ആണ് ഇപ്പോൾ ബ്രിഗേഡ്സിൽ നൈസായിട്ട് നിൽക്കണേ. ഇത് ഞങ്ങൾ ആ ലേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. എന്തോ ഒരാൾക്കാരാണ്. ഞങ്ങൾ വിചാരിച്ച ഒറ്റയ്ക്ക് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരുന്ന നൈസായിട്ട്. അവിടുന്ന് എങ്ങനെയെങ്കിലും ഇപ്പോൾ നേരം പൊളിപ്പിച്ച് രാവിലെ ആ ബസ്, അപ്പോൾ അതിന് കയറി പോകണം. അതാ ഇത് ഇവിടുത്തെ ഒരു കഫേ സെറ്റപ്പാണ്. ഇങ്ങനെ ഈ ലേക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അടിപൊളി സെറ്റപ്പ്. പിന്നെ അവിടെ എന്തോ തട്ടുകടയൊക്കെ അതാ കാണുന്നത്. ഇതെന്തായാലും അടിപൊളിയായിട്ടോ, നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നായി നടന്നു വരുന്നത് കണ്ടോ. അവിടെ ആ കഫേയും പിന്നെ മറ്റടുത്ത് ആ ഒപ്പേര ഹൗസിൻ്റെ അതോ. ഞങ്ങളിങ്ങനെ പിന്നെ ആ ലേക്കിന് ചുറ്റും നടന്ന് വേറെ എവിടെ എത്തി. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഓൾഡ് ടൗണിൻ്റെയൊക്കെ ഒരു എൻട്രൻസ് പോലെ കണ്ട്. അപ്പം കുറച്ച് ഇതിലൂടെ നടന്നു നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഇവിടെ നേരം വെളുപ്പിക്കണം, അതാണ് പ്ലാൻ അല്ലേ? നേരം വെളുക്കോടെ, ഇവിടെ ഫുൾ ആൾക്കാരാണ്. അതെ, ഇവിടെ നൈറ്റ് ലൈഫ് ഇത്രയുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ അല്ല. കാരണം സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ. അപ്പോൾ വലിയ സീനില്ല. പിന്നെ രാവിലെ തന്നെ ബസ്സിന് ഞങ്ങൾ മെമ്മിങ്ങം പോവും. അവിടെ നിന്നാണ് ഞങ്ങളെ അടുത്ത കൺട്രിയിലോട്ടുള്ള ഫ്ലൈറ്റ്. ഓ അപ്പോൾ ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം എങ്ങോട്ടാണ് പോകുന്നത്. ഇതിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു ഹൈറ്റിലെത്താൻ പറ്റും. അവിടുന്ന് താഴേക്ക് നല്ല വ്യൂ ആണ്. ഇതൊക്കെ പകൽ വരണമായിരുന്നു. ഇപ്പം നൈറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല, പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. ഓൾഡ് ടൗണിൻ്റെ മുകളിലേക്ക് കയറുക. ഞങ്ങൾ മാത്രമേ എൻ്റെ മുകളിൽ. അതെ, ഇതൊന്നും വലിയ സീനില്ല, പക്ഷെ പേടിയാവുന്നുണ്ട് അങ്ങോട്ട്. എൻ്റെ മോനെ ഏതാ ബിൽഡിങ്ങൊക്കെ. അതൊരു ഗേറ്റാട്ടോ. മാൻ്റെ കൊമ്പൊക്കെ അതാ. ഇതെന്താടാ സ്രാവ് എന്തോ തൂക്കിയിട്ടേക്കണ്. ആ ഗേറ്റ് കണ്ടിട്ട് എന്നെ പേടിയാവണം. അവിടെയൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ ആണ് ഇതിൻ്റെ മുകളിൽ. പഴയ കുറേ വീട് പോലത്തെ സെറ്റപ്പ്. കണ്ണ് കണ്ട എല്ലാ വഴികളിലൂടെ നമ്മൾ കയറുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങോട്ടാണാവോ? എങ്ങോട്ടൊന്നുമില്ല, അതെ കുറേ സ്റ്റെപ്പും ഉണ്ട്. അമ്മോ ഒന്നും കാണുന്നില്ല കേട്ടോ. എടാ ഏയ് ഓസ്ട്രിയ പാമ്പില്ലമ്മ. ഇത് കേട്ടോ സിറ്റിയിലോട്ട് എന്നാന്ന് തോന്നുന്നു ഇറങ്ങണേ. ഇവിടെ ഈ കുന്നിൻ്റെ മുകളിലെത്തിയിട്ട് ഇവിടെ വ്യൂ പോയിൻ്റ് ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, അതാ സീന്. ഈ റൂട്ടൊക്കെ നോക്കിയാൽ പേടിയാവണം. നൈസായിട്ട് താഴോട്ട് തന്നെ പോട്ടെ, കുറച്ച് ആൾക്കാരെ കാണുന്നിടത്തേക്ക്. ഇവിടെ മതി, വ്യൂ പോയിൻ്റ് ഒന്നും വേണ്ട. ഇവിടുന്നാ പിന്നെ ചെറുതായിട്ടൊരു വ്യൂ കിട്ടണേ. നമുക്ക് നൈസായിട്ട് താഴോട്ടേക്ക് തന്നെ ഇറങ്ങാം. കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും കണ്ടില്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ നടന്ന് ബ്രിഗൻസ് വിട്ടു, സിറ്റി വിട്ടു. ഞാൻ നടന്നു പോവാ എങ്ങോട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു പെട്രോൾ പമ്പിൽ വന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി
നമ്മൾ തിരിച്ച് നടക്കുകയാണ് വന്നിടത്തേക്ക്. ഓ ഇവിടെ സീൻ വണ്ടികളൊക്കെ ഏതാ പൊളി. ഞാൻ കാണിച്ചുതരാം. അതോ ഒരു BM ഇതൊരു പോളോ ആണെന്ന് തോന്നണം, വോക്സ് വാഗൻ്റെ. ഓ GTI സെറ്റ്.